ഗീബത്തിന്റെ ഒരു വ്യത്യസ്ത രൂപങ്ങൾ നമുക്ക് ഈ സമയത്ത് കാണാൻ പറ്റും. സ്റ്റാറ്റസുകൾ, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ വിവിധങ്ങളായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങൾ. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള നമ്മുടെ ഒരു ബോധം, സെലിബ്രിറ്റിയെ കുറിച്ച് പറയുന്ന പോലെ അവർ പൊതുയിടങ്ങളിലേക്ക് വന്നത് കൊണ്ട് തന്നെ അവർ ഇതൊക്കെ സഹിക്കാൻ ഇവര് അർഹരാണ്. ഈ റീബത്ത് പറയുന്നതിൽ നമ്മൾ ശരിക്കും ഏറ്റവും കൂടുതൽ കേരള സ്റ്റേപ്പ് അവിടെ. കാരണം നമുക്ക് ഞാൻ മിസ്ബാക്കിനെ പറ്റി റീബത്ത് പറയുകയാണെങ്കിൽ ഒരു കുത്തു വരും. മിസ്ബാക്കൊക്കെ അറിയാം, മനുഷ്യനൊക്കെ അറിയാം, മൂപ്പരെ പറ്റി അങ്ങനെ പറയണം എന്നുള്ള തോന്നലൊക്കെ വരും. എന്നാൽ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ, ഇപ്പം ഈ ആക്ടേഴ്സ് ആണെങ്കിലും വേറെ എന്തെങ്കിലും തരത്തിൽ ഫേമസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണെങ്കിലും ഇവിടെ രാഷ്ട്രീയക്കാരാണെങ്കിലും ഒക്കെ അവർ ഇതിന് അർഹരാണെന്നൊരു തോന്നൽ നമുക്കുണ്ട്. അതെ, ഒരു ഗെയിമിലൊക്കെ എന്തൊരു ക്യാരക്ടർ പോലെ മനസ്സിലേക്ക് കയറിയിട്ടില്ല, ഒരു മനുഷ്യരായിട്ട് മനസ്സിലേക്ക് കയറിയിട്ടില്ല. അവരെ പറ്റി ഇങ്ങനെ പറയാലോ, അത് നോർമൽ ആണല്ലോ. അത് കമന്റുകളിലൂടെ പറയുന്ന പൊതുവെ പറയാനുള്ളത് ആളുകൾ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണല്ലോ അവർ വന്നിട്ടുള്ളത് അതെ. എന്നുള്ളൊരു സാഹചര്യം പോലും, എന്നുള്ള സംസാരം പോലും പലരുടെ ഭാഗത്ത് ഉണ്ടാകാറുണ്ട്. പിന്നെ എങ്ങനെ എതിർക്കാൻ പറ്റുകയെന്ന് ചോദിക്കാം. ഒരാളുടെ ആശയപരമായിട്ട് എതിർക്കുന്നതിന് യാതൊരു തരത്തിൽ ഇസ്ലാം എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നം പറയുന്നില്ല. പക്ഷേ ഏതൊരു മനുഷ്യനെയും വ്യക്തിപരമായി എതിർക്കുന്ന സമയത്ത് അയാൾ ഏത് പാർട്ടിയിൽ പെട്ടതാണെങ്കിലും ഏത് മതത്തിൽ പെട്ടതാണെങ്കിലും, അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു വിഭാഗം അങ്ങനെ ഉണ്ടാവുമല്ലോ, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വിഭാഗത്തിൽ പെട്ടതാണെങ്കിൽ പോലും അയാൾക്കെതിരെ വ്യക്തിപരമായ ആരോപണം ഉന്നയിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഗൈബത്ത് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അവനില്ലാത്ത സമയത്ത് അയാളെ കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്താണോ അത് പറയുന്നത്. ആലോചിക്കണം, തന്റെ സഹോദരന് അവനിലുള്ള കാര്യം, ആ സഹോദരന്റെ പ്രത്യേകത, ആ പ്രത്യേകത അവന് ഇഷ്ടമില്ലാത്തതാണ്, അത് അവനെ പറ്റി പറയലാണ് ഗൈബത്ത്.